ഇന്ന് സൺഡേ ആയിട്ട് പിള്ളേരെയൊക്കെ പെറുക്കിയെടുത്തിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. പോകുന്നത് കണ്ണൻ സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്തേക്കാണ്. കാരണം കണ്ണന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ചെറിയൊരു ഫാമിലി ടൈം. അപ്പം ഈ പോണ വഴിക്ക് തലവേദനയും കണ്ണ് കാണാൻ പറ്റായികയും എന്താണ്ടൊക്കെ തോന്നിയിട്ട് ഞാൻ എൻ്റെ കണ്ണടയൊക്കെ എടുത്ത് വെച്ച്. കാലങ്ങൾക്ക് ശേഷം ഞാൻ ഈ കണ്ണട വെക്കുന്നത്. പീലി എന്നെ കണ്ണട വെച്ച് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി. ആലുവ പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. പാർക്ക് എന്ന് പറഞ്ഞാൽ കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. ഇന്നാൾ പോയിട്ട് പാർക്ക് അടച്ചിട്ടാക്കിയിരുന്നു. അങ്ങനെ നേരെ ഐസ്ക്രീം കൗണ്ടറിലോട്ടാണ് പോയത്. എന്ത് തിന്നുമ്പോഴും എൻ്റെ വായിലിങ്ങനെ ഒന്ന് വെച്ച് തരും. അത് മിക്കതും എനിക്ക് പറ്റാത്തതായിരിക്കും. അവന് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം എൻ്റെ മുഖമൊക്കെ അങ്ങനെയൊക്കെ പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കണ്ട ഫസ്റ്റ് ഐസ്ക്രീം തിന്ന് കഴിഞ്ഞിട്ട് നിതീഷേട്ടനെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നേരെ പ്ലേ ഏരിയയിലോട്ട് പോയി. കണ്ണൻ പണ്ടൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ സാധനങ്ങളിലൊക്കെ വലിഞ്ഞ് കയറുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരുപാട് നാളായി കണ്ണൻ അങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ. അപ്പോൾ കണ്ണനൊരു പേടി പോലെ അതിലോട്ടൊക്കെ കയറാൻ. അതുകൊണ്ടപ്പോൾ എനിക്കും വിഷമമായി. അയ്യോടാ കൊച്ചെന്താ ഇതിലൊന്നും കയറാത്തതെന്ന്. ഞങ്ങൾ എത്ര എൻകറേജ് ചെയ്തിട്ടും കണ്ണൻ ഒരു ലെവൽ കഴിഞ്ഞാൽ കയറുന്നില്ല, ഇറങ്ങിയാണ് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനി കൊച്ചിനെ പുറത്തോട്ട് ഇറക്കാത്തതാണ്. അവന് ചുറ്റുവട്ടത്തൊന്നും കളിക്കാൻ പിള്ളേരില്ലാത്ത കാരണം അവൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അങ്ങനെ കുറച്ച് നേരം പിന്നെ വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്ത് പോയി ഇന്ന് അവിടെ കുറേ താമരകളൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ പിന്നെയും അവൻ ആ സാധനത്തിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറണമെന്ന് പറഞ്ഞ് പോയി. എനിക്ക് തോന്നുന്നു അവന് തന്നെ അത് ആ പേടി ഓവർകം ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവൻ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായില്ല. പിന്നെ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതി എൻകറേജ് ചെയ്തു, ചേട്ടനും ചെയ്തു. അങ്ങനെ അവസാനം അവൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറി. പിന്നെ അതിൽ നിന്ന് ഇറങ്ങണുണ്ടായില്ല. അതിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പെട്ട പാട് എനിക്കറിയാം. മുമ്പെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലായിരുന്നപ്പോൾ നമുക്ക് പേടിയാകും കയറി പോകണുണ്ട്. ഇവനൊരു പേടിയും ഉണ്ടായിരുന്നില്ല. ഇപ്പം അവന് ഇങ്ങനെ പേടികളൊക്കെ ബാധിച്ച് ഇവനെ ഇങ്ങനെ അധികം നാളിങ്ങനെ അകത്ത് തന്നെ ഇരുത്താൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ കൊച്ചു വഷളാവും. പിന്നെ അതിലും ചെറിയൊരു സാധനം അവിടെ ഉണ്ട്. അതിലും പോയി വലിഞ്ഞ് കയറുന്നുണ്ട്. അവിടെ നിന്ന് കാലുവേദന എടുത്തപ്പോൾ ഞാൻ ഈ പുഴയുടെ സൈഡിൽ അങ്ങോട്ട് വന്നിരുന്നു. ഞാനും പീലിയും കാറ്റൊക്കെ കൊണ്ട് എന്തോ ഭാഗ്യത്തിന് പീലി അലമ്പൊന്നും ഉണ്ടാക്കിയില്ല, കരഞ്ഞു പോലുമില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഉറങ്ങായിരുന്നു. എണീറ്റിട്ടും അവളൊരു ബഹളമൊന്നും വെച്ചില്ല. ഈ സമയം കണ്ണനും ചേട്ടനും അവിടെ കിടന്ന് ഓടിക്കളിക്കണ കണ്ടേ. ചേട്ടൻ എന്നെന്താ കണ്ണ് ഒളിച്ചിരിക്കുന്ന കണ്ണനെയാണ് കഴിച്ച് നിങ്ങളിപ്പോൾ കാണുന്നത്.